തമിഴ്നാട്ടിൽ ഇപ്പോൾ സിനിമയെ വെല്ലുന്ന സീനുകളാണ് നടക്കുന്നത്. നമ്മൾ തിയേറ്ററിൽ ദളപതി ദളപതി എന്ന് വിളിച്ച് കൈയടിച്ച വിജയ് ഇപ്പോൾ മുഖ്യമന്ത്രി കസേരയിലാണ്. പുള്ളി ജൂലൈ 10-ന് കരൂരിൽ പോയിട്ട് ഒരു കാച്ചൽ കാച്ചി. മുഖ്യമന്ത്രിയായ ശേഷമുള്ള പുള്ളിയുടെ ആദ്യത്തെ കടുപ്പമേറിയ പൊളിറ്റിക്കൽ സ്റ്റേജായിരുന്നു അത്. സംഭവം കേട്ടാൽ തിയേറ്ററിൽ കയ്യടി വഴങ്ങുന്ന ടൈപ്പ് ഡയലോഗുകളായിരുന്നു മൊത്തം. ആദ്യം തന്നെ പുള്ളി അവിടുത്തെ പ്രതിപക്ഷമായ DMKക്കിട്ട് നല്ല ഒന്നാന്തരം താങ്ങു കൊടുത്തു. സാധാരണ രാഷ്ട്രീയക്കാർ അഴിമതി ഭരണം, കൊള്ള ഭരണം എന്നൊക്കെയാണല്ലോ പറയുക. എന്നാൽ നമ്മുടെ വിജയ് അങ്ങനെയല്ല. പുള്ളി ഒരു പുത്തൻ ഐറ്റം കണ്ടുപിടിച്ചു. DMKയെ പുള്ളി വിളിച്ചത് അഴിമതിയുടെ വെൻഡിങ് മെഷീൻ എന്നാണ്. ആലോചിച്ച് നോക്കിക്കേ, നമ്മൾ മെഷീനിൽ കാശിട്ടാൽ ലൈസോ കൊക്കക്കോളയോ ഒക്കെ വരുമല്ലോ. അതുപോലെ DMKയിൽ എന്തിട്ടാലും അഴിമതി മാത്രം പുറത്തേക്ക് വരും. ഇതു കേട്ടപ്പോൾ വിജയ് ഫാൻസിനെല്ലാം ആഹ്ലാദവും പ്രതിപക്ഷത്തിനാണെങ്കിലോ ചായ കുടിക്കുമ്പോൾ തൊണ്ടയിൽ കുടുങ്ങിയ അവസ്ഥയും. പിന്നീട് പുള്ളി പറഞ്ഞത് കേട്ടാൽ നമ്മൾ ഈ തമിഴ് സിനിമയിലെ ട്വിസ്റ്റൊക്കെ ഓർത്തുപോകും. കഴിഞ്ഞ വർഷം ആ കരൂർ റാലിക്കിടെ ഒരു വലിയ ആൾക്കൂട്ടവും അപകടവും ഒക്കെ ഉണ്ടായല്ലോ. അതിൻ്റെ കുറ്റം മുഴുവൻ പ്രതിപക്ഷം വിജയുടെ തലയിൽ കെട്ടിവയ്ക്കാൻ നോക്കി. അതിനെപ്പറ്റി വിജയ് പറഞ്ഞത് എന്താണെന്നോ? എനിക്ക് പോലീസിനെ വലിയ വിശ്വാസമായിരുന്നു. പക്ഷേ അവർ എന്നെ നാമക്കല്ലിൽ നിന്ന് കരൂരിലേക്ക് കൊണ്ടുവന്ന വഴി കണ്ടോ? ഹൈവേയിൽ കൂടെ സുഖമായി വിടേണ്ട വണ്ടിയെ നേരെ തിരിച്ച് ജനക്കൂട്ടം നിൽക്കുന്ന അപകടം പിടിച്ച വഴിയിലേക്ക് തിരിച്ചുവിട്ടു. പുള്ളി പറയുകയാണ്, പോലീസ് തന്നെ അവിടെ ഒരു വലിയ നാടകം പ്ലാൻ ചെയ്തതാണെന്ന്. സിനിമയിലെ വില്ലന്മാർ ഹീറോയെ ട്രാപ്പിലാക്കാൻ വഴി തിരിച്ചുവിട്ടില്ലേ, അതുപോലെ ഒരു റിയൽ ലൈഫ് ത്രില്ലർ സീൻ പുള്ളി സ്റ്റേജിൽ അങ്ങോട്ട് വിവരിച്ചു. പക്ഷേ വിജയ് വെറുതെ രാഷ്ട്രീയം പറഞ്ഞ് കയ്യടി വാങ്ങുക മാത്രമല്ല ചെയ്തത്. ആ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ട 32 കുടുംബങ്ങളിലെ ആളുകളെ പുള്ളി സ്റ്റേജിലേക്ക് വിളിച്ചു. വെറും ആശ്വാസവാക്കുകൾ കൊടുത്ത് വിടുകയല്ല ചെയ്തത്. അവർക്ക് കയ്യോടെ ഗവൺമെൻറ് ജോലി നൽകാനുള്ള നിയമന ഉത്തരവ് നേരിട്ട് കയ്യിൽ കൊടുത്തു. സാധാരണ ഫയലുകൾ ഒപ്പിടാൻ മാസങ്ങളെടുക്കുന്ന നാട്ടിൽ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് വന്ന് ജോലി ഓർഡർ കൊടുക്കുന്നത് കണ്ടപ്പോൾ ജനങ്ങൾ അങ്ങോട്ട് ഇളകി മറിഞ്ഞു. തലൈവർ സൊല്ലുവൻ ചെയ്യുവൻ. അടുത്തതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അദ്ദേഹം കരൂരിലെ ജനങ്ങൾക്കൊരു വലിയ സർപ്രൈസ് പ്രഖ്യാപിച്ചു. ഏകദേശം 1700 കോടി രൂപയുടെ ഒരു പാദരക്ഷാ നിർമ്മാണ പദ്ധതി, ഫുട്വെയർ മാനുഫാക്ചറിംഗ് പ്രൊജക്റ്റ്. അതായത് ചെരുപ്പുണ്ടാക്കുന്ന വലിയൊരു ഫാക്ടറി. ഇതുവഴി 13,500 പേർക്ക് ജോലി കിട്ടുമത്രേ. നമ്മൾ വിചാരിക്കും ഇതെന്താ ഇത്ര വലിയ കാര്യമെന്ന്. വിജയ് ഉദ്ദേശിച്ചത് തന്നെയും തൻ്റെ ജനങ്ങളെയും ചവിട്ടാൻ നോക്കുന്നവർക്ക് ഇവിടുത്തെ ജനങ്ങൾ ഉണ്ടാക്കുന്ന ചെരുപ്പ് കൊണ്ട് തന്നെ മറുപടി കൊടുക്കും എന്ന ലൈൻ ആയിരിക്കാം. പ്രത്യേകിച്ച് സ്ത്രീകൾക്കാണ് ഇതിൽ കൂടുതൽ ജോലിയും വരുമാനവും കിട്ടാൻ സാധ്യത. ചുരുക്കി പറഞ്ഞാൽ വിജയുടെ ആ കരൂർ പ്രസംഗം വെറുമൊരു രാഷ്ട്രീയ പ്രസംഗം ആയിരുന്നില്ല. സിനിമയിലെ ഇൻ്റർവെൽ ബ്ലോക്ക് പോലെ മാസും ഇമോഷനും അടിയും ഒക്കെ ചേർന്ന ഒരു ഒന്നാന്തരം പാക്കേജായിരുന്നു. പുള്ളി മുഖ്യമന്ത്രി കസേരയിലിരുന്ന് കളി തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് ചുരുക്കം. നമ്മൾ തിയേറ്ററുകളിൽ വിജയുടെ സിനിമ കാണുമ്പോൾ തന്നെ ഒരു ലൈൻ കേട്ടാൽ തന്നെ കൈയടിച്ചു പോയിട്ടുണ്ട്. ഒരു വാത്തി സൊന്ന എന്നൊക്കെ കേൾക്കുമ്പോൾ തിയേറ്റർ ഇളകി മറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ സീൻ മാറി. പുള്ളി തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്ന് കളി തുടങ്ങിയപ്പോൾ കഥ മാറി, കളം മാറി. ഈ കരൂർ പ്രസംഗത്തോടെ വിജയ് ഒരു കാര്യം ക്ലിയർ ആയിട്ട് തെളിയിച്ചു. പുള്ളി വെറും റിയൽ ഹീറോ അല്ല, കട്ട റിയൽ ഹീറോ തന്നെയാണ്. അഴിമതിക്കാരെ വെൻഡിങ് മെഷീൻ എന്ന് വിളിച്ച് ട്രോളാനും പുള്ളിക്ക് അറിയാം. അതേസമയം കഷ്ടപ്പെടുന്ന കുടുംബങ്ങൾക്ക് നേരിട്ട് വന്ന് ജോലി കൊടുത്ത് ചേർത്ത് പിടിക്കാനും അറിയാം. രാഷ്ട്രീയം കളിക്കാൻ നോക്കിയവർക്ക് 1700 കോടിയുടെ വികസനം കൊണ്ട് മറുപടി കൊടുത്ത ആ ഒരു സ്റ്റൈലുണ്ടല്ലോ, അത് വേറെ ലെവൽ തന്നെയാണ്.
ഇതുപോലുള്ള പുതുപുത്തൻ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കാണുന്നതിൻ്റെ കൂടെ തന്നെ ഒരു ലൈക്കും കമൻറ്റും കൂടെ പ്രതീക്ഷിക്കുന്നു.